ഓം ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവേദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈരം സർവലോകൈനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ഭൗമാസുര മോക്ഷമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാസ്തവത്തിൽ ഭഗവാനെ അങ്ങാണ് ഭൗതിക പ്രകൃതിയെന്നും പ്രപഞ്ച പിതാവും അവിടുന്ന് തന്നെ പ്രകൃതിയുടെ ഭൗതിക സൃഷ്ടാവിൻ്റെയും സംയോഗത്തിന് കാരണമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന കാലവും അങ്ങ് തന്നെ. എന്നിട്ടും ഈ ഭൗതിക പ്രവർത്തനങ്ങൾക്കെല്ലാം അതീതമായിട്ട് സദാ അങ്ങ് വർത്തിക്കുന്നു. അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ, പരമപുരുഷ പൃഥ്വി, ജലം, അഗ്നി, ആകാശം, വായു എന്നീ ഐന്ദ്രിയ വസ്തുക്കളും മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അവയുടെ അതിദേവതകൾ, അഹങ്കാരം ഇവയോടൊപ്പം സമഗ്രമായ ശക്തി സാകല്യങ്ങളും ഈ പ്രാതിഭാസിക ലോകത്തിലെ ചരാചരാത്മകമായ സകലതും അങ്ങയിലാണ് നിലകൊള്ളുന്നത്. എല്ലാം അങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ഒന്നിനെയും അങ്ങയിൽ നിന്ന് വേർപെടുത്താനാവില്ല. എന്നിരുന്നാലും അവിടുന്ന് അതീന്ദ്രിയമായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവ രണ്ടിൽ ഒന്നിലും ഭൗതികമായിട്ട് അങ്ങയുടെ വ്യക്തിത്വത്തോടോ താതാത്മ്യപ്പെടുത്താനാവുന്നതുമല്ല. അതിനാൽ അങ്ങുമായിട്ട് ഏകീഭവിക്കുമ്പോൾ തന്നെ സർവവും അങ്ങയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എല്ലാവർക്കും തോന്നാനിടവരും. സർവവും അങ്ങയിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിക്കുന്ന ദാർശനികർക്ക് അവരുടെ വീക്ഷണത്തിൽ തീർച്ചയായും തെറ്റുപറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, ഭഗദത്തൻ എന്ന ഈ കുട്ടി എൻ്റെ ഭൗമാസുരൻ എന്ന പുത്രനാണ്. പിതാവിൻ്റെ മരണം സൃഷ്ടിച്ച കരാളമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇവനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ പേടി പൂണ്ട് അവൻ സംപ്രീതനായിരിക്കുന്നു. പരിഭ്രമത്താലാണ് അവൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനാൽ അങ്ങയുടെ പാദപത്മങ്ങൾ സമർപ്പിക്കാനാണ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഇവന് അഭയം നൽകി അവിടുത്തെ പാദപത്മങ്ങൾ കൊണ്ട് ഇവനെ അനുഗ്രഹിച്ചരുളയണമേ എന്ന് ഞാൻ അവിടുത്തേക്ക് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെ പാപകർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്നും മുക്തനായി തീരാനാണ് ഞാനിവിടെ അങ്ങയുടെ സമീപം കൊണ്ടുവന്നിരിക്കുന്നത്. ഭൂമാതാവിൻ്റെ പ്രാർത്ഥന, അതായത് ഭൂമിദേവിയുടെ പുത്രനാണ് ഭൗമാസുരൻ. ആ ഭൗമാസുരൻ്റെ പുത്രനാണ് ഇവിടെ ഭഗവാന്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് ഭൂമിദേവി സമർപ്പിക്കുന്നത്. ഭൂമിദേവിയാണ് ഇവിടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത്. ഭൂമാതാവിൻ്റെ പ്രാർത്ഥന കേട്ടയുടൻ ഭഗവാൻ കൃഷ്ണൻ അവൾക്ക് ഭയാനകമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും വിമുക്തി നൽകി. ഭഗദത്തനോട് ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തു. ഭഗദത്തനാണ് ഈ ഭൗമാസുരൻ്റെ പുത്രനാണ്, അതായത് ഭൂമിദേവിയുടെ പൗത്രനാണ്. തുടർന്ന് അദ്ദേഹം ഭൗമാസുരൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അവിടെ ഭൗമാസുരൻ തട്ടിക്കൊണ്ടുവന്ന് തടവിലാക്കിയ 16,100 യുവ രാജകുമാരികളെ ഭഗവാൻ കൃഷ്ണൻ കണ്ടു. ഇവിടെ 16,000 എന്ന് പലയിടത്തും പ്രതിപാദിക്കുന്നു, ഭാഗവതത്തിലും എങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രീകൃഷ്ണ ചരിത്രത്തിൽ വിശദീകരിക്കുമ്പോൾ 16,100 സ്ത്രീകളുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കണക്ക് പറയുന്നത്. അപ്പം 16,108 തന്നെയാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാർ എന്നത് ഇവിടെ സംശയം തീർത്തു തരികയാണ്. പരമപുരുഷനായിരിക്കും. ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലാണ് കണക്ക് പറയുന്നത്. അത് വ്യാഖ്യാതാക്കളുടെ അറിവിൻ്റെ പരിധിയിലാണെന്ന് കണക്കാക്കാം. ഏതായാലും ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ യഥാരൂപത്തിൽ കാണുന്നത് 16,100 അതുകൊണ്ട് യുവരാജകുമാരികളെ ഭഗവാൻ കൃഷ്ണൻ കണ്ടു. പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണൻ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നത് കണ്ട മാത്രയിൽ തന്നെ രാജകുമാരിമാർ ഭഗവാന്റെ സൗന്ദര്യത്തിൽ ആകർഷരായി. അദ്ദേഹത്തിൻ്റെ അഹൈതുകമായിരിക്കുന്ന കാരുണ്യത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഭഗവാൻ കൃഷ്ണനെ ഭർത്താവായി സ്വീകരിക്കാൻ ഒരു സങ്കോചവും കൂടാതെ അവരെല്ലാവരും മനസ്സിൽ തീരുമാനമെടുത്തു. കൃഷ്ണൻ ഭർത്താവായി വരണമേ എന്ന് ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഗൗരവത്തോടും ആത്മാർത്ഥതയോടും കൂടി നിർമ്മലമായിരിക്കുന്ന ഭക്തിഭാവത്തോടെ അവർ തങ്ങളുടെ ഹൃദയം
ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചു. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവ് എന്ന നിലയ്ക്ക് അവരുടെ ശുദ്ധമായ അഭിലാഷം എന്താണെന്ന് കൃഷ്ണൻ അറിയാൻ കഴിഞ്ഞു. ചോദിക്കാതെ തന്നെ ഭഗവാൻ അത് മനസ്സിലായി. അവരെ തൻ്റെ ഭാര്യമാരായിട്ട് സ്വീകരിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതനുസരിച്ച് അവർക്ക് അനുരൂപമായിരിക്കുന്ന വേഷഭൂഷാദികളൊക്കെ ഒരുക്കി എല്ലാവരെയും പല്ലക്കിലേറ്റി ദ്വാരകാപുരിയിലേക്ക് കൊട്ടാരത്തിൽ നിന്ന് തേര്, കുതിര, രത്നങ്ങൾ എന്നിവയോടൊപ്പം തന്നെ അളവറ്റ ധനവും കൃഷ്ണൻ ശേഖരിച്ചു. വെളുത്ത 50 നാൽക്കൊമ്പൻ ആനകളെയും അവയോടൊപ്പം ദ്വാരകയിലെത്തിക്കുകയും ചെയ്തു. കൃഷ്ണനും സത്യഭാമയും ഇന്ദ്രപുരിയിൽ നിന്ന് തിരിക്കുമ്പോൾ തനിക്ക് പാരിജാത വൃക്ഷം നൽകാമെന്ന് കൃഷ്ണൻ വാക്ക് നൽകിയിരുന്ന കാര്യം സത്യഭാമ ഓർത്തു. സ്വർഗത്തിലെത്തിയ ഈ അവസരം ഉപയോഗിച്ച് അവൾ ഒരു പാരിജാത പുഷ്പം പറിച്ച് ഗരുഡൻ്റെ പുറത്ത് വയ്ക്കുകയും ചെയ്തു. ഒരിക്കൽ കൃഷ്ണൻ്റെ മൂത്ത പത്നിയായിരിക്കുന്ന രുക്മിണി ദേവിക്ക് നാരദൻ ഒരു പാരിജാത പുഷ്പം സമ്മാനിച്ചിരുന്നു. ഇതിൻ്റെ പേരിൽ സത്യഭാമയ്ക്ക് അല്പം അപകർഷാബോധമുണ്ടായി. അതായത് രുക്മിണി ദേവിക്ക് നാരദർ കൊണ്ടുവന്ന് കൊടുത്തു പാരിജാത പുഷ്പം. അതുകൊണ്ട് കുറച്ച് അപകർഷാബോധം അവൾക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതി രുക്മിണിയെ സംബന്ധിച്ചില്ലായിരുന്നു. പക്ഷേ സത്യഭാമയ്ക്ക് അത് കണ്ടിട്ട് ലേശം അഹങ്കാരമുള്ള സ്വഭാവമായിരുന്നു സത്യഭാമയുടേത്. അതുകൊണ്ട് തന്നെ ഈ പുഷ്പം രുക്മിണിയുടെ കയ്യിൽ കണ്ടപ്പോൾ അത് അന്നു മുതൽ തനിക്കും ഒരെണ്ണം സ്വന്തമാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണനോട് ഇത് പറയുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ പോയിട്ട് വരുമ്പോൾ, സ്വർഗത്തിൽ പോയിട്ട് വരുമ്പം അത് സംഘടിപ്പിച്ച് നൽകാമെന്ന് ഭഗവാൻ വാക്ക് നൽകി. ഏതായാലും സ്വർഗം വഴി തിരിച്ചു പോന്നപ്പോൾ അത് ഇന്ദ്രനും പോലും ചോദിക്കാതെ സത്യഭാമ ഒരു പാരിജാത പുഷ്പം പറിച്ച് ഗരുഡൻ്റെ പുറത്ത് വയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ സത്യഭാമയ്ക്ക് അല്പം അപകർഷതാബോധമുണ്ടായി. അതായത് പണ്ട് രുക്മിണിക്ക് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. ഒരു പൂവ് വേണമെന്ന് അവൾ കൃഷ്ണനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സഭഗ്നിമാരുടെ മത്സരവ മനോഭാവം മനസ്സിലാക്കാൻ കഴിവുള്ള കൃഷ്ണൻ വെറുതെ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഉടനെ അദ്ദേഹം സത്യഭാമയോട് ചോദിച്ചു, എന്തിന് ഒരു പൂ മാത്രം ചോദിക്കുന്നു? പാരിജാത വൃക്ഷം തന്നെ തരാമല്ലോ. കരുതിക്കൂട്ടി തന്നെയാണ് കൃഷ്ണൻ തന്നോട് ഒപ്പം സത്യഭാമയും കൂട്ടിക്കൊണ്ടുവന്നത്. സ്വന്തം കൈകൊണ്ട് തന്നെ അവൾ പാരിജാത പൂവ് ശേഖരിക്കട്ടെ. പക്ഷേ ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള സ്വർഗലോകവാസികൾ ഇതിൽ ഈർഷ്യാകുലരായി. ഭൂമിയിൽ കാണപ്പെടാറില്ലാത്ത പാരിജാതത്തിൻ്റെ ഒരു തൈയ്യ് സത്യഭാമ പറിച്ചെടുത്തു. ഈ തൈ കൊണ്ടുപോകുന്നതിൽ തങ്ങൾക്കുള്ള എതിർപ്പ് ഇന്ദ്രനും മറ്റ് ദേവന്മാരും സത്യഭാമയെയും കൃഷ്ണനെയും അറിയിച്ചു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭക്തിയായിരിക്കുന്ന സത്യഭാമയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൃഷ്ണൻ ഇക്കാര്യത്തിൽ തൻ്റെ ദൃഢമായ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതിനാൽ കൃഷ്ണനും ദേവന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ പതിവുപോലെ കൃഷ്ണൻ തന്നെയാണ് ജയിച്ചത്. തുടർന്ന് തൻ്റെ പത്നി തിരഞ്ഞെടുത്ത പാരിജാത വൃക്ഷം വിജയപൂർവ്വം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അത് സത്യഭാമയുടെ കൊട്ടാരത്തിന് മുമ്പിലെ ഉദ്യാനത്തിൽ നടുകയും ചെയ്തു. ഈ സാധാരണ വൃക്ഷം മൂലം സത്യഭാമയുടെ ഉദ്യാനം അത്യന്തം മനോഹരമായി തീർന്നു. പാരിജാതം ഭൂമിയിലെത്തിയതോടെ അതിൻ്റെ സൗരഭ്യം കൂടെ പോന്നു. അതിൻ്റെ സൗരഭ്യവും അതു തേടി ദിവ്യഹംസങ്ങളും ഭൂമിയിലേക്ക് കുടിയേറുകയും ചെയ്തു. അപ്പോൾ ദ്വാരക തന്നെ യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നതാണ്. ഇന്ദ്രനാണ് അവിടെ സുധർമ്മ എന്ന് പറയുന്ന സഭ തന്നെ നിർമ്മിച്ച് നൽകിയ വിശ്വകർമാവാണ് അതിൻ്റെ സൃഷ്ടാവ്. അപ്പോൾ പാരിജാതം വിഷ്ണുവും കൂടെ അവിടെ കൊണ്ടുവന്ന് നട്ടതിലോ ഇല്ല അതിലുണ്ടാകുന്ന സൗരഭ്യം അവിടെ പറന്നതിലോ അത്ഭുതപ്പെടാനൊന്നുമില്ല. യഥാർത്ഥത്തിൽ ദേവന്മാർ ഇന്ദ്രനുമൊക്കെ ഭഗവാനോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല. കാരണം ഭഗവാൻ ആരാണെന്ന് ഇവർ ഒരു നിമിഷത്തേക്ക് മറന്നതാണല്ലോ ഭഗവാനുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായത് ഒരു പാരിജാത വൃക്ഷത്തിൻ്റെ പേരിൽ. അപ്പോൾ യുദ്ധത്തിൽ ഭഗവാൻ തന്നെ ജയിച്ചു. അപ്പോൾ അവരുടെ അഹങ്കാരം, ഇന്ദ്രൻ്റെയൊക്കെ അഹങ്കാരം ഇല്ലാതെ ആകുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 16,108 ഭാര്യമാരെ ഭഗവാന്റെ പത്നിമാരായത് എങ്ങനെയെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. 8 ഭാര്യമാരെ പ്രധാന പട്ടമഹർഷിവരായിട്ടും 16,100 ഈ ജയിൽ മോചിതരാക്കിയവരുമാണ് ഭാര്യമാരായത്. കാരണം ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ മറ്റാരും സ്വീകരിക്കാറില്ല. അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം കൂടെ ചിന്തിക്കാം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ തന്നെ കുട്ടികളാണെങ്കിലും പെൺകുട്ടികളിൽ ഏതെങ്കിലും വിധത്തിൽ അപമാനിതയായി കഴിഞ്ഞാൽ
മറ്റാരും അത് ആ കുട്ടിയെ വിവാഹം കഴിക്കാനോ സ്വീകരിക്കാനോ തയ്യാറില്ല. സ്വന്തം അച്ഛനും അമ്മയും വരെ ചിലപ്പോൾ തള്ളിപ്പറയും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവർക്ക് സുമംഗലി പട്ടം കൊടുത്ത് ഇവരെയൊക്കെ സ്വീകരിച്ച് സമൂഹത്തിൽ അംഗീകാരം കൊടുത്ത ഒരു ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് വേണം ചിന്തിക്കാം. ഇത് ഭൗതിക തലത്തിലുള്ള ചിന്താഗതി. ഞാൻ അതിനു മുമ്പ് പറഞ്ഞതാണ്, നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട നാഡികളാണ് ഈ സൂചന നൽകുന്നത്. 16,108 പ്രധാനപ്പെട്ട നാഡികളും അതിൽ ആ ഇടപിംഗള സുഷുമ്ന 3 നാഡികളാണ് ഏറ്റവും അഗ്രതലത്തിൽ നിൽക്കുന്നത്. ഇതാണ് പ്രണവമന്ത്രത്തിൻ്റെ 3 അക്ഷരങ്ങളുടെ ധ്വനി സൂചിപ്പിക്കുന്നത്. ഇത് തമ്മിൽ യോജിച്ചാൽ മാത്രമാണ് നമ്മുടെ ശരീരം അപരാശക്തിയാൽ നിർമ്മിക്കപ്പെട്ട ശരീരം മാധ്യമമായിക്കൊണ്ട് പരമമാതമായ ആ ആത്മശക്തിയെ നമുക്ക് ആർജിക്കണമെങ്കിൽ ഈ 3 ശക്തികൾ ചേർന്ന് പ്രണവമന്ത്രത്തിൻ്റെ ശക്തിയിലേക്ക് മാറുമ്പോഴാണ് അത് ബ്രഹ്മനാദം അല്ലെ ബ്രഹ്മമയമായി തീരുക. അതാണ് പരമപദം എന്നർത്ഥം. അപ്പോൾ പുരുഷനും സ്ത്രീയും ആണ് ശരീരബന്ധത്തെയും പരമാത്മാ ശക്തിയാകുന്ന ആത്മബന്ധത്തെയും യോജിപ്പിക്കുന്നതിൻ്റെ പ്രതീകാത്മക ഭാവമാണ് ഭഗവാൻ ഇവിടെ ഭൗതിക തലത്തിൽ 16,108 സ്ത്രീകളുമായിട്ട് സംബന്ധമുണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊക്കെ നമുക്ക് അതിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നതർത്ഥം. ഇതൊക്കെ ഗഹനമായിട്ട് ആത്മവിചാരം ചെയ്താലാണ് ഇതൊക്കെ തെളിഞ്ഞു വരിക. ഇത് നമുക്ക് തന്നെ ബോധ്യം വരും. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശരീരം മാധ്യമമാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് പരമപദ പ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കൂ. അത് മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കുന്നു എന്ന് പറയാൻ കാരണം ഈ ശ്രേഷ്ഠമായ നാഡീബന്ധമാണ്, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ശുകദേവ ഗോസ്വാമിയെ പോലുള്ള അല്ലെങ്കിൽ ശുകദേവ മഹർഷിയെ പോലുള്ളവർക്ക് മാത്രമേ കൃഷ്ണനോടുള്ള ദേവേന്ദ്രൻ്റെ പെരുമാറ്റം അത്ര സമ്മതമായിരുന്നില്ല. തൻ്റെ ഹൈതുകമായിരിക്കുന്ന കാരുണ്യം മൂലം മാത്രമാണ് ഇന്ദ്രൻ്റെ അമ്മയ്ക്ക് ഭൗമാസുരൻ മൂലം നഷ്ടപ്പെട്ട കർണാഭരണങ്ങൾ തിരിച്ചു കൊടുക്കാനായിട്ട് കൃഷ്ണൻ സ്വർഗീയ നഗരമായിരിക്കുന്ന അമരാവതിയിലെത്തിയത്. അത് കിട്ടിയതിൽ ഇന്ദ്രൻ അതീവ സന്തുഷ്ടനായിരുന്നു. എന്തിനാണ് സ്വർഗത്തിൽ പോയതെന്ന് പറയുന്നത് സത്യഭാമയും ഒത്ത്. ഈ ഭൗമാസുരൻ അതിഥിയുടെ ആഭരണങ്ങൾ കട്ടുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ അത് ഭൗമാസുരനെ കൊന്നപ്പോൾ ഈ സ്ത്രീകളെ മോചിപ്പിക്കൽ മാത്രമല്ല, ഇന്ദ്രന് നഷ്ടപ്പെട്ട പദവി തിരിച്ചു കൊടുത്തു. ഇത് മാത്രമല്ല, ഇന്ദ്രൻ്റെ അമ്മ അതിഥിയിൽ നിന്ന് ഭൗമാസുരൻ മൂലം നഷ്ടപ്പെട്ട കർണാഭരണങ്ങൾ തിരിച്ചു കൊടുക്കാനായിക്കൊണ്ടാണ് ഇന്ദ്രൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയെ കണ്ട് ഇത് തിരിച്ച് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ സത്യഭാമയെ സ്വർഗത്തിലെത്തിയത്, അമരാവതിയിലെത്തിയത്. അത് കിട്ടിയതിൽ ഇന്ദ്രൻ അതീവ സന്തുഷ്ടനായിരുന്നു. എന്നാൽ സ്വർഗരാജ്യത്ത് നിന്ന് കൃഷ്ണൻ ഒരു പൂച്ചെടി പറിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഇന്ദ്രൻ യുദ്ധത്തിന് തയ്യാറാകുകയും ചെയ്തു. ഇത് ഇന്ദ്രൻ്റെ സ്വാർത്ഥത താല്പര്യത്തെയാണ് കാണിക്കുന്നത്. ഭഗവാന്റെ പാദപത്മങ്ങളിൽ ശിരസ് മുട്ടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചവനാണ് ഇന്ദ്രൻ. എന്നാൽ സ്വന്തം കാര്യം നേടിക്കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം മറന്ന്, അപ്പോൾ ദേവന്മാർ വരെ മായാബന്ധിതമാകും. ഈ ഗുണത്രയങ്ങളിൽ പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സ്വഭാവം കാണിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ സാത്വിക ഗുണപ്രാധാനികളാണ് ദേവന്മാർ. അതിൽ ഇന്ദ്രൻ എന്ന് പറയുന്നത് അവരുടെ ഈശ്വരനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സാത്വിക ഗുണത്തിൽ തന്നെ സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവം സത്വഗുണത്തിൽ തന്നെയുണ്ട്. ഇവിടെ അർജുനന് സ്വാർത്ഥത എന്ന് പറയുന്ന രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതിലാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ തൻ്റെ കാര്യമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം മറന്നിട്ട് ഭഗവാൻ ഒരു നിസ്സാര കാര്യം, ഒരു പൂച്ചെടി അവിടെ നിന്ന് പറിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ യുദ്ധത്തിന് പോയ ആളാണ് ഇന്ദ്രൻ. എന്നാൽ ഇതിനു മുമ്പുള്ള അനുഭവത്തിൽ നിന്ന് ഭഗവാനെ നമസ്കരിച്ച് മാപ്പപേക്ഷിച്ച സംഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മറക്കുക, ഇതാണ് മായ എന്ന് പറയുന്നത്. എന്നാൽ സ്വന്തം കാര്യം നേടിക്കഴിഞ്ഞപ്പോഴേക്കും അയാൾ മറ്റൊരു ജീവിയായി മാറി. ഇതാണ് ഭൗതിക മനുഷ്യൻ്റെയും പെരുമാറ്റ രീതി എന്നാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കപ്പെടുന്നത് എന്നർത്ഥം. അപ്പം എത്രയൊക്കെ ആയാലും, എത്രയൊക്കെ ഈശ്വരഭക്തരായിട്ട് മാറിയാലും, ഈ പറയുന്ന ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാലും വേണ്ടില്ല, ആത്മജ്ഞാനികളായിട്ട് മാറിയാലും വേണ്ടില്ല, ഏത് സമയത്താണ് നമ്മളെ ഈ മായ പ്രയോഗം നമ്മളെ വശത്താക്കണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ച് വേണം ഓരോ ചോടും വയ്ക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. സ്വന്തം ലാഭത്തിൽ മാത്രമേ ഭൗതിക മനുഷ്യർക്ക് താല്പര്യമുള്ളൂ. ഈ ലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ട് ആരുടെയും ഏത് രീതിയിലും വണങ്ങാൻ അവർക്ക് പ്രയാസവുമില്ല. എന്നാൽ സ്വാർത്ഥത നേടിക്കഴിഞ്ഞാലോ
പിന്നെ അവർക്ക് സുഹൃത്തുക്കളുമില്ല. ഈ സ്വാർത്ഥതാ മനോഭാവം ഭൂലോകത്തുള്ള സമ്പന്നന്മാരിൽ മാത്രമല്ല കാണപ്പെടുന്നത്. ഇന്ദ്രനിലും മറ്റ് ദേവഗണങ്ങളിൽപ്പെട്ട ആളുകളിലും ഇത് പ്രകടമാണ്. അമിതധനം മനുഷ്യനെ സ്വാർത്ഥനാക്കുന്നു. സ്വാർത്ഥനായിരിക്കുന്ന മനുഷ്യൻ കൃഷ്ണ അവബോധം സ്വീകരിക്കില്ല. ശുഖദേവ ഗോസ്വാമിയെ പോലുള്ള മഹാഭക്തന്മാർ ഇക്കൂട്ടരെ കഠിനമായിട്ട് നിന്ദിക്കുകയും ചെയ്യുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അമിതമായിട്ട് ഭൗതിക സമ്പത്ത് കൃഷ്ണ അവബോധത്തിൽ പുരോഗതി അയോഗ്യതയാണ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈശ്വരനെ ഭജിച്ചിട്ട് ഇഷ്ടഭോഗങ്ങൾ അമിതമായിട്ട് കിട്ടിയാലും അതും ഈശ്വരപ്രാപ്തിക്ക് അയോഗ്യത ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഈശ്വരനെ പഠിച്ചാൽ യോഗക്ഷേമമായിട്ട് എല്ലാ ഇഷ്ടഭോഗങ്ങളും നൽകുമെന്ന് പറഞ്ഞാലും അതിലൊക്കെ നമ്മളെ മായാബന്ധിതമാക്കും, ബന്ധിതമാക്കും. അതിൽ നിന്ന് മായാബന്ധിതമാകുമ്പോൾ രജോ ഗുണ പ്രേരണയാലും തമോ ഗുണ പ്രേരണയാലും അറിവ് നഷ്ടപ്പെടുക, വിദ്യാദോഷങ്ങളാക്കുന്ന അഹങ്കാരം വന്ന് ഭവിക്കുന്നർത്ഥം. അഹങ്കാരം വന്നാൽ പിന്നെ യാതൊരു സംശയവുമില്ല, നമ്മുടെ യഥാർത്ഥ സ്ഥാനത്ത് നിന്നും ഭ്രഷ്ടനാക്കപ്പെടാം. അപ്പം ഇന്ദ്രനെ പരാജയപ്പെടുത്തിയ ശേഷം കൃഷ്ണൻ ഭൗമാസുരൻ്റെ അധീനതയിൽ നിന്ന് കൊണ്ടുവന്ന 16,100 പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. സ്വയം 16,100 രൂപം കൈക്കൊണ്ടു. ഏകകാലത്ത് ഒരേ മുഹൂർത്തത്തിൽ വിവിധ കൊട്ടാരങ്ങളിൽ വെച്ച് അവരെ വിവാഹം കഴിച്ചു. ഇങ്ങനെ കൃഷ്ണനല്ലാതെ മറ്റാർക്കും പരമപുരുഷൻ എന്ന സത്യം ഈ തരത്തിൽ നടപ്പാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഭഗവാൻ പരമപുരുഷനാണെന്ന് ഇതിൽ നിന്ന് സ്ഥിരീകരിച്ചുകൊള്ളുക. കൃഷ്ണൻ പരമപുരുഷനാകയാൽ അസാധ്യമായിട്ടൊന്നുമില്ല. അദ്ദേഹം സർവശക്തനാണ്, സർവവ്യാപിയാണ്, നാശരഹിതനാണ്. അങ്ങനെയിരിക്കെ ഈ ലീലയിൽ അത്ഭുതകരമായിട്ട് യാതൊന്നുമില്ല. അതായത് കൃഷ്ണൻ്റെ 16,000-ൽ അധികമുള്ള റാണിമാരുടെ എല്ലാം കൊട്ടാരങ്ങളിൽ അതിന് യോജിച്ച ഉദ്യാനങ്ങളും ഗ്രഹോപകരണങ്ങളും മറ്റ് പരിച്ഛേദങ്ങളും എന്ന് വേണ്ട അവയ്ക്ക് സമാനമായിട്ട് ലോകത്തൊരിടത്തും അത്തരം വസ്തുക്കൾ ഉണ്ടാവുകയില്ല. ശ്രീമദ് ഭാഗവതത്തിലെ ഈ കഥയിൽ അതിശയോക്തിയുടെ സ്പർശമേയില്ല. കൃഷ്ണൻ്റെ റാണിമാരെല്ലാം ഐശ്വര്യ ദേവതകളായിട്ട് ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപങ്ങളാണ്. അവരോടൊത്ത് കൃഷ്ണൻ വിഭിന്ന രാജമന്ദിരങ്ങളിൽ വസിക്കാറുണ്ട്. ഈ സാധാരണ മനുഷ്യൻ ഭാര്യയോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം അവരോട് പെരുമാറിയിരുന്നതും. അപ്പോൾ നമ്മൾ രാസക്രീഡയിൽ കണ്ടതാണ്. എത്ര ഗോപിമാരുണ്ടായിരുന്നോ അത്രയും രൂപം സ്വീകരിച്ച് അവരോടൊക്കെ രമിച്ചു എന്ന് കാണിക്കുന്നുണ്ട് രാസക്രീഡയിൽ. എത്രയെത്ര ഗോപിമാരുണ്ടോ അത്രയെത്ര രൂപങ്ങൾ ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചു. ഇവിടെ 16,108 സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ അത്രയും ഗ്രഹങ്ങൾ നിർമ്മിച്ചു. അതാത് ഗ്രഹങ്ങളിൽ വെച്ച് അവരുടെയൊക്കെ യോജിക്കുന്ന വിധത്തിലുള്ള രൂപം ധരിച്ച് അവരെയൊക്കെ വിവാഹം കഴിച്ചു. അവരെയൊക്കെ ഭക്തിമാരായിട്ട് തന്നെ സഹവസിച്ചു. ഇത് എങ്ങനെ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നാരദർ എല്ലാ ഗ്രഹങ്ങളും സന്ദർശിച്ചെന്ന് അതൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സർവശക്തനായിരിക്കുന്ന ഈ ഭഗവാന് മാത്രമേ ഇങ്ങനെയൊരു ലീല ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാധാരണക്കാർക്കാർക്കും സാധിക്കുന്നതല്ല. കൃഷ്ണൻ്റെ റാണിമാരെല്ലാം ഐശ്വര്യ ദേവതയായിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപങ്ങൾ തന്നെയാണ്. ഇന്നും ലോകത്തുള്ള സകല പുരുഷന്മാരും കൃഷ്ണൻ്റെ പ്രതിരൂപങ്ങളും, അതേപോലെ തന്നെ എത്രയെത്ര സ്ത്രീകളുണ്ടോ അതൊക്കെ ഭഗവാന്റെ പത്നിയായിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപങ്ങളുമായിട്ട് നമുക്ക് കണ്ടാൽ എന്താ കുഴപ്പം? അങ്ങനെ കണ്ടാലാണ് ഈശ്വരത്വം അല്ലെങ്കിൽ സർവാത്മാഭാവം നമ്മളിൽ തന്നെ ഒതുക്കിയുള്ളൂ. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഈശ്വരമയമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളായിട്ട് കാണണം. സർവാത്മഭാവത്തിലേക്ക് നമുക്ക് എത്തുമ്പോഴാണ് നമ്മളുടെ ചിന്ത, വാക്ക്, പ്രവൃത്തികളൊക്കെ ഈശ്വരമയമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരോടൊത്ത് അങ്ങനെയുള്ള ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപങ്ങളായിരിക്കുന്ന അവരോടൊത്ത് കൃഷ്ണൻ വിഭിന്ന രാജമന്ദിരങ്ങളിൽ വസിക്കാറുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാര്യയോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് അദ്ദേഹം അവരോടൊക്കെ പെരുമാറിയിരുന്നത്. പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണൻ ലീലയ ആടിയിരുന്നത് ശരിക്കും ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ് എന്ന കാര്യം എപ്പോഴും നാം ഓർക്കണം. മനുഷ്യജന്മം എടുത്ത് പൂർണ്ണ മനുഷ്യൻ്റെ സ്വരൂപം സ്വീകരിച്ച് വന്നിരിക്കുന്ന ഭഗവാൻ ആ മനുഷ്യൻ്റെ പെരുമാറ്റം പോലെ തന്നെയാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിന് ഗൃഹസ്ഥാശ്രമം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നർത്ഥം. 16,100 കൊട്ടാരങ്ങളിൽ വസിച്ച് തൻ്റെ അസാധാരണമായിരിക്കുന്ന ഐശ്വര്യ സമ്പത്ത് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും
അവരോട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ് പെരുമാറിയിരുന്നത്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ് പെരുമാറിയിരുന്നത് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. സാധാരണ വീടുകളിലുള്ള ഭാര്യാഭർത്താക്കന്മാർ സംബന്ധം തന്നെയാണ് അദ്ദേഹം പിന്തുടരുന്നത്. അതിനാ പരമപുരുഷനായിരിക്കുന്ന പരബ്രഹ്മത്തിൻ്റെ സ്വഭാവവിശേഷതകൾ മനസ്സിലാക്കുക ദുഷ്കരമാണ്. ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാർ പോലും അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ ലീലകളുടെ പൊരുൾ തേടാൻ ഇറങ്ങിയെങ്കിലും അത് കണ്ടെത്താൻ സാധിച്ചില്ല. പരമപുരുഷനെ ഭർത്താവായി കിട്ടിയിരുന്നതിനാൽ ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാർ എല്ലാവരും അതീവ ഭാഗ്യവതികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭർത്താവിൻ്റെ വ്യക്തിത്വം ബ്രഹ്മദേവന് പോലും അജ്ഞാതമാണെങ്കിലും ആ ഭാഗ്യം ശ്രദ്ധിച്ച ആ സ്ത്രീ രൂപങ്ങളെ സാക്ഷാംഗം നമസ്കരിക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം, കാരണം ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപങ്ങളാണ് എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.